ഒരു ഇടവേളയ്ക്ക് ശേഷം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പോർക്കളം ചൂടുപിടിക്കുകയാണ്. നിർണായക ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കാനുള്ള അവസാനവട്ട ചർച്ചയിലാണ് സംസ്ഥാനത്തെ പ്രബലരായ 3 ദേശീയ പാർട്ടികളുടെയും നേതൃത്വം. ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെയും ഉണ്ടായിട്ടില്ലെങ്കിലും LDF, UDF മുന്നണികളിൽ സ്ഥാനാർത്ഥികളെ ഏറെക്കുറെ കണ്ടെത്തി കഴിഞ്ഞു. ഇതോടെയാണ് അടുത്തയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തുന്ന പശ്ചാത്തലത്തിൽ BJP സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള ആകാംക്ഷ വർദ്ധിക്കുന്നത്. സംസ്ഥാനത്ത് 6 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് ആഞ്ഞുപിടിച്ചാൽ വിജയിച്ചു കയറി വരാമെന്ന പ്രതീക്ഷ BJP നേതൃത്വം വെച്ചു പുലർത്തുന്നത്. ഇതിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് തിരുവനന്തപുരം, പത്തനംതിട്ടയും തൃശൂരുമാണ്. സിനിമാ താരം സുരേഷ് ഗോപി തൃശൂരിൽ സീറ്റ് ഉറപ്പിച്ചതോടെ തിരുവനന്തപുരത്ത് സർപ്രൈസ് സ്ഥാനാർത്ഥി ഉണ്ടാകുമോ എന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങളുടെ ആകാംക്ഷ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിച്ചത് കാരണമുള്ള കോൺഗ്രസ് തരംഗത്തിലും BJPക്ക് 3 ലക്ഷത്തിനുമേൽ വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞത് തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് മാത്രമായിരുന്നു. ശശി തരൂർ എന്ന രാഷ്ട്രീയ അധികായകനോട് ഏറ്റുമുട്ടാനുള്ള ഗ്ലാമർ പരിവേഷമില്ലാതിരുന്നിട്ടും 2014 രാജഗോപാൽ നേടിയതിനേക്കാളും വോട്ട് BJPക്ക് വേണ്ടി പിടിച്ചെടുക്കാൻ കുമ്മനം രാജശേഖരന് സാധിച്ചു. അതായത് BJP ചിഹ്നത്തിൽ വോട്ട് ചെയ്യാനുള്ള മടി തിരുവനന്തപുരത്തുകാർക്ക് അത്രയധികം ഇല്ലെന്ന് സാരം. അതേസമയം തിരുവനന്തപുരത്തിന്റെ നിർണായക മേഖലയായ തീരദേശ മണ്ഡലങ്ങളിൽ നിന്നും താമര ചിഹ്നത്തിലേക്ക് വോട്ട് ആകർഷിക്കാൻ കഴിയാത്തതാണ് BJP നേരിടുന്ന വെല്ലുവിളി. അതിനാൽ സ്വീകാര്യതയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചാൽ ശക്തമായ മത്സരം കാഴ്ചവെക്കാനാകുമെന്നും ഒരുപക്ഷെ വിജയവും കൂടെ പോരുമെന്നും BJP നേതൃത്വം തിരിച്ചറിയുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് നടി ശോഭനയുടെ പേര് തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥിയായി ചർച്ച ചെയ്യപ്പെടുന്നത്. 2019 നിന്നും ഇത്തിരി കൂടി വ്യത്യസ്തമാണ് ഇത്തവണ തിരുവനന്തപുരത്തെ രാഷ്ട്രീയ കാലാവസ്ഥ. ഉത്തരേന്ത്യയിലെ 3 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP തോറ്റു നിൽക്കുകയും രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് അനുകൂലമായി ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിച്ചിരുന്നു. എന്നാൽ 2024 കോൺഗ്രസിന് ഡൽഹിയിൽ അധികാരം പിടിച്ചെടുക്കാമെന്നുള്ള വിശ്വാസം പൊതുവെ കുറവാണ്. ഗസ വിഷയത്തിൽ ഹമാസിനെതിരായ നിലപാട് സ്വീകരിച്ചത് തിരിച്ചടിയാകുമോ എന്നും കണ്ടറിയാം. ഇതിനു പുറമെ ഇടതുമുന്നണിയിൽ നിന്നും തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാകുന്നത് കരുത്തനായ പന്ന്യൻ രവീന്ദ്രനാണ്. ഏറ്റവും ഒടുവിൽ ഇടതുമുന്നണി തിരുവനന്തപുരത്ത് വിജയിച്ചതും അദ്ദേഹത്തിലൂടെയായിരുന്നു. 2005 ഉപതെരഞ്ഞെടുപ്പിലാണ് പന്ന്യൻ തിരുവനന്തപുരത്ത് നിന്നും ലോക്സഭയിലേക്ക് ജയിച്ചു കയറിയത്. അതുകൊണ്ട് കോൺഗ്രസിന്റെ ശശി തരൂരും CPIയുടെ പന്ന്യൻ രവീന്ദ്രനും ഏറ്റുമുട്ടുമ്പോൾ ഇത്തവണ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ട് വിഭജിച്ചു പോകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു. അതായത് സംസ്ഥാനത്തെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ മുഖമായ കുമ്മനം രാജശേഖരന് 3 ലക്ഷത്തിലധികം വോട്ടുകൾ ലഭിക്കാമെങ്കിലും തിരുവനന്തപുരത്ത് വേരുകളുള്ളതും സമുദായ സമവാക്യങ്ങൾക്ക് ഇണങ്ങുന്നതും സർവോപരി രാഷ്ട്രീയ അയത്തമില്ലാത്തതുമായ ശോഭനയെ പോലെയുള്ള ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചാൽ ഒരു ഭാഗം നിഷ്പക്ഷ വോട്ടുകൾ കൂടി സമാഹരിക്കാമെന്നും ഇതിലൂടെ ജയം നേടിയെടുക്കാൻ സാധിച്ചേക്കാമെന്നുമാണ് BJP നേതൃത്വം വിലയിരുത്തുന്നത്.